Once again, welcome all. So, in the last class, we discussed in detail the electric field, adinte problems we discuss cheyidu. And today, we will discuss electric field lines. Electric field lines aanu nammal aadyam discuss cheyan povunnu. Electric field lines inde discussion shesham namukku electric flux discuss cheyanam, electric flux, then electric dipole. Appo innu orupaadu കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇത്തിരി വേഗത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാനൊന്ന് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. നോക്കി, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ആ ക്വസ്റ്റ്യനിൽ പേരിട്ടിരുന്നു ഇതിന്. ഇത് ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സി, ഹിയർ ക്യാപിറ്റൽ ഡി. സെൻറ്ററിന് അതുപോലെ ഒ എന്ന് പേരിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിൻറ്റ് ഒ. ഒയിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വേണം ഫൈൻഡ് ചെയ്യാൻ. ഈ ലെങ്ത്തൊക്കെ എ ഒ ഈക്വൽ ടു ബി ഒ ഈക്വൽ ടു സി ഒ ഈക്വൽ ടു ഡി ഒ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതൊക്കെ 1 മീറ്ററാണ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ ഫൈൻഡ് ചെയ്യേണ്ടത് ആ പോയിന്റിൽ നിങ്ങളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചു എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കും. എന്നിട്ട് എയിൽ വെച്ച ചാർജ് ഇയാൾ എന്താ ചെയ്യാൻ നോക്കുക? എയിലുള്ളതാരാ? പോസിറ്റീവ് ചാർജാണ്. ഇവിടെ ഓയിൽ നമ്മൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്ന ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ്. അപ്പോൾ എയിലുള്ള പോസിറ്റീവ് ഇയാൾ എന്താ ചെയ്യുക? ഇയാളെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ക്ലിയർ അല്ലേ? നോക്കൂ, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. വെയിറ്റ്, അത് നോക്കൂ, ഇവിടെ ആ റിപ്പൽ ചെയ്യുന്ന അവിടെ മാർക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇതാ ലൈക്ക് ദിസ്, ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്നതിന് പേര് ഞാൻ ഇടുന്നു, ദിസ് ഈസ് ഇ വെക്റ്റർ ഇ ഡ്യൂ ടു എ, ചാർജ് പ്ലേസ്ഡ് അറ്റ് എ. എയിൽ വെച്ച ചാർജ് ചെയ്യുന്ന. ഓക്കെ, ഇനിയൊക്കെ സിയിൽ വെച്ച ചാർജ് ചെയ്യാൻ എന്താ ചെയ്യുക? ഇത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യൽ എളുപ്പമായിരിക്കും. കാരണം ഇതും പ്ലസ് ക്യൂ ആണ്, ഇവിടെയുള്ളത് പ്ലസ് ക്യൂ ആണ്. ഈ പ്ലസ് ക്യൂ, സിയിൽ വെച്ച പ്ലസ് ക്യൂ, ഓയിൽ വെച്ച പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ത് ചെയ്യുക? അങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും. നോക്കൂ, അതിനെ അവിടെ മാർക്ക് ചെയ്തു ലൈക്ക് ദിസ്. ആൻഡ് ഇതിൻ്റെ പേരെന്താ? ഇത് വെക്റ്റർ ഇ ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് സി. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ തന്നെ ഇതിന് വളരെ ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഇത് രണ്ടും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് നോക്കൂ, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സി പ്ലസ് ക്യൂ ചാർജാണ് ബിയിലുള്ളത്. ബിയിലുള്ള പ്ലസ് ക്യൂ ഇയാൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും ഇയാൾ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. റെഡി അല്ലേ? ആ റിപ്പൽ ചെയ്യുന്നതിനെ അങ്ങനെ കാണിക്കുന്നു ലൈക്ക് ദീസ്. ആ ഡിറക്ഷനെ വെക്റ്റർ ഇ ഡ്യൂ ടു ദ ചാർജ് പ്ലേസ്ഡ് അറ്റ് ബി, ഇ ബി. ഇനിയൊക്കെ ഡീത്ത് മാത്രമേ ഉള്ളൂ. ഡിയിലുള്ള ആരാ? മൈനസ് ക്യൂ ആണ്. ഡിയിൽ മൈനസ് ക്യൂ ആണ്. അപ്പോൾ ആ മൈനസ് ക്യൂ അയാൾ എന്താ ചെയ്യുക? ആ മൈനസ് ക്യൂ അയാൾ അങ്ങോട്ട് തന്നെയല്ലേ വലിക്കുക? ശരിയല്ലേ? ആ മൈനസ് ക്യൂ നോക്കൂ, അയാൾ അങ്ങോട്ട് തന്നെയാണ് വലിക്കുക. കാരണം ഇവിടെ ഉള്ളത് പ്ലസ് ചാർജാണ്. അവ ഇങ്ങോട്ട് വലിക്കും. അത് നോക്കൂ, ഞാൻ അതിങ്ങനെ മാർക്ക് ചെയ്താൽ അതും ഇതേ ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് വരിക. സെയിം ആട്ടോ, ഇത് രണ്ടും പാരലലാണ്, ഒരേ സൈസുമാണ്. കാരണം എന്താ? രണ്ടും ഒരേ ചാർജുകളാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷന്. റെഡി അല്ലേ? ഓക്കെ, അതിൽ നോക്കൂ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് നേരിട്ട് എൻ്റർ ചെയ്യാം. കാര്യങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാവും ആ കാര്യം. ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നോക്കൂ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഒ എന്ന് പറയുന്നത് വെക്റ്റർ ഈസ് ഈക്വൽ ടു, ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇ എ പ്ലസ് ഇ ബി പ്ലസ് ഇ സി പ്ലസ് ഇ ഡി. ഇതാണല്ലോ വേണ്ടത്. ശരിയല്ലേ? ഇതാണ് വേണ്ടത്. പക്ഷേ അതിൽ ഇ എയും ഇ സിയും നോക്കൂ, ഈക്വലൻ്റ് ഓപ്പോസിറ്റാണ്. ഇ എ നോക്കൂ, ഇത് അങ്ങോട്ട്, ഇ സി അങ്ങോട്ട്. അപ്പോൾ ഇത് രണ്ടും എന്താവും? ക്യാൻസൽ ചെയ്തത്. ഇത് രണ്ടും ഇ എയും ഇ സിയും ക്യാൻസൽ ചെയ്തു. ഇനി ആരാ ബാക്കിയുള്ളത് നോക്ക്? ബാക്കിയുള്ളത് ഇ ബി പ്ലസ് ഇ ഡി ആണ്. ഇ ബി പ്ലസ് ഇ ഡി. അവരുടെ പ്രത്യേകത നോക്കൂ, അത് രണ്ടും എന്താ? സെയിം ഡിറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനും ഭയങ്കര എളുപ്പമായി. കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻഡിവിജ്വൽ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടാൾക്ക് ഒരേ ഡയറക്ഷനാണ്, ആ ഡിറക്ഷൻ കൊടുത്താൽ മതി. ഡിറക്ഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ? എലോങ് ഒ ഡി. കാരണം മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും നമുക്ക് ഫൈൻഡ് ചെയ്യാണ്ട്. അപ്പോൾ ഡിറക്ഷന് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഡിറക്ഷൻ ഞാനിപ്പോൾ തന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. നോക്കൂ, ഡിറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഡിറക്ഷൻ എന്താ? എലോങ് ഒ ഡി. എലോങ് ഒ ഡി. ആ ഡിറക്ഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ആകെ അറിയേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഈ മാഗ്നിറ്റ്യൂഡ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പോയിൻ്റ് ക്യൂ ചാർജ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചാണ്. ഒരു ക്യൂ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ടാക്കി. കമോൺ പറയൂ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇതൊന്നും ഓർമ്മയില്ലാത്ത ആളുകൾ ഉണ്ടാവരുതിട്ടപ്പോൾ. അവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് വീണ്ടും വ്യൂ ചെയ്ത് അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോവാം. ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്യൂ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇ ബിയുടെയും ഇ ഡിയും രണ്ടിലും ആരുള്ളത്? ഇ ബി എന്ന് പറഞ്ഞാൽ ആരാ? ബിയിലുള്ള ചാർജ്. ഇതാ ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി അതെത്ര? 1/4πε0 ക്യൂളിലോട്ട് തരാം 2q ഡിവൈഡഡ് ബൈ ഒ ഡി എത്ര? 1 മീറ്റർ. അപ്പോൾ 1 സ്ക്വയർ. ശരിയല്ലേ? ഇനി ഇയാളത് എത്ര വരിക? മാഗ്നിറ്റ്യൂഡ് 1/4πε0. ചാർജ് എത്ര? ചാർജ് 2q. മൈനസ് പറയേണ്ട ആവശ്യമില്ല, മൈനസ് ഡയറക്ഷനിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. കണ്ടോ മാഗ്നിറ്റ്യൂഡ് അവിടെ ഉള്ളത്. അപ്പോൾ 2q ഡിവൈഡഡ് ബൈ അഗെയിൻ 1 സ്ക്വയർ. അപ്പോൾ നേരത്തെ അതേ ആൻസർ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ 1/4πε0 2q ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ ഇൻറ്റു 2. ഈ ഇൻറ്റു 2 എന്താ? ഇതും കൂടെ ആഡ് ചെയ്ത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട്. മനസ്സിലായല്ലോ? കാരണം ഇ ബി ഈക്വൽ ടു ഇ ഡി ആണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ 9 × 10⁻⁹ 2q അല്ലേ? ഇൻറ്റു 2 ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 സോറി, അപ്പോൾ ഇവിടെ ഈ 2 ഉണ്ട്. അപ്പോൾ 4q കഴിഞ്ഞല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, നമുക്ക് ഇവിടെ ഫൈനലി യു വിൽ ഗെറ്റ് 36 × 10⁻⁹ q അത്രയും ന്യൂട്ടൺ പെർ കുളോംബ്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് എഴുതാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വേണം. അപ്പോൾ നോക്കൂ 36 × 10⁻⁹ q ന്യൂട്ടൺ പെർ കുളോംബ് along OD. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. റെഡി അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. വേറെ കാൽക്കുലേഷൻ മിസ്സിംഗ് ഒന്നും ഇല്ല എന്ന് എല്ലാവരും ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓർ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ആദ്യം നമുക്ക് എന്താണ് സാധനം എന്ന് പറഞ്ഞതിന് മുമ്പ് എന്തിനാണെന്നാണ് പഠിക്കേണ്ടത്. നമുക്ക് ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇപ്പോൾ നോക്കി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് എഴുതി വെക്കലല്ല അതിൻ്റെ രീതി, മറിച്ച് വരച്ച് വെക്കലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ദീസ് ആർ ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു വെക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി ഒരു ധാരണ കിട്ടണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനെ കുറിച്ചുള്ള ചില ധാരണകൾ അല്ലെങ്കിൽ കൃത്യത നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കുന്നതോടുകൂടി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നോക്കൂ, എൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. ഈ ഡെഫിനിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ വേറെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് അതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ഡിഫൈൻ ചെയ്യാം. അത് നമ്മൾ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ പ്രോപ്പർട്ടി പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡെഫിനിഷന് നല്ല ഫിറ്റാണ്. ഇത് എവിടേക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താണുള്ളത്? പേടിക്കേണ്ട. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് if it is free to do so or unit positive test charge if it is free to do so എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ യൂണിറ്റ് പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുക. അതെങ്ങോട്ടാണോ പോണത് അപ്പോൾ അവിടെ നിൽക്കില്ല. കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. എന്താണ്? F is equal to
എഫ് ഈസ് ഈക്വൽ ക്യൂ ഇ, എഫ് ഈസ് ഈക്വൽ ക്യൂ ഇ. അപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല, അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്യാം. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളതിനെ ഫ്രീ ആയിട്ട് പോകാൻ അനുവദിക്കണം, പിടിച്ചു വെക്കരുത്. അതാണ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. വേറെ എന്തെങ്കിലും സംവിധാനം വഴി അതിനെ കൺട്രോൾ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരക്കണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലേ ഫീൽഡ് ലൈൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് അസ്യൂം ചെയ്യുക. എന്നിട്ടോ അതെങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ബാക്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ? അതിൻ്റെ ബാക്കിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. പോണ സമയത്ത് അത് ഫ്രീ ആയിട്ട് പോകാൻ അനുവദിക്കുക. അതിന് വേറെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ അതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ again an electric field line is defined as the path followed by unit positive test charge if it is free to do so. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈന് ശരിക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? നോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി. പക്ഷേ ഇതെന്തിനാണ് വരയ്ക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ദ ഫീൽഡ് ദ റെപ്രസെൻ്റ് ഈസ് റിയൽ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇമാജിനറി ആണ്, പക്ഷേ അത് ആരെ റെപ്രസെൻ്റ് ചെയ്യാനാണ് വരയ്ക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ. അപ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തുതന്നെയാണ്? അത് റിയലാണ്, അത് ശരിക്കുള്ള സാധനമാണ്. ബട്ട് ദ ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ബട്ട് ദ ഫീൽഡ് ദ റെപ്രസെൻ്റ് ഈസ് റിയൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരക്കൽ എങ്ങനെയാണ്? എവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നിങ്ങളോട് വരക്കാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഫീൽഡിൻ്റെ ഇഫക്റ്റിൽ അത് എങ്ങോട്ടാണോ പോവുക? ദാറ്റ് ഈസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാൻ പോവാണ്, അല്ലെങ്കിൽ അതിൻ്റെ വരക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ അറിയണം. ഒരുപാട് പ്രോപ്പർട്ടീസ് സംസാരിക്കാണ്ട് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒരു കാര്യം പറഞ്ഞു നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ് ഒറിജിനേറ്റിംഗ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡിങ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇവർ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞത്, തുടങ്ങി അവസാനിക്കുന്നവരെ കണ്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ബ്രേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബ്രേക്കല്ല, അത് അവസാനിച്ചതാണ്. മനസ്സിലായോ? തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ കണ്ടിന്യൂസ് ആയിരിക്കും, നോ ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ബ്രേക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഫീൽഡ് ലൈൻ അവിടെ തീർന്നു. ഉദാഹരണത്തിന് നോക്കും, ഇവിടെ എന്നിട്ട് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? പോസിറ്റീവ് ചാർജിൽ നിന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് ചാർജിൽ നിന്ന് നോക്കാം. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. നോക്കൂ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കരുതുക. ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? അതിനൊക്കെ നിങ്ങൾ ഗോ ബാക്ക് ടു ഡെഫിനിഷൻ. എന്താ ഡെഫിനിഷൻ? പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. എനിക്ക് നോക്കൂ, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇവിടെ ചുറ്റുമൊക്കെ എന്തുണ്ട്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അതുകൊണ്ട് എനിക്ക് വരക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുക. നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചു എന്ന് വിചാരിക്കുക. ഈ പോസിറ്റീവ് എന്താ അതിനെ ചെയ്യുക? അതിനെ റിപ്പൽ ചെയ്യും. ഈ നെഗറ്റീവ് എന്താ ചെയ്യുക? അതിനെ അട്രാക്ട് ചെയ്യും. പിന്നെ വല്ലതും ആലോചിക്കണ്ടോ? അപ്പോൾ നോക്കുക, അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ പോയിക്കുക? ഈ പോസിറ്റീവ് ചാർജ് അതിനെ റിപ്പൽ ചെയ്തു, നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്തു, അത് ഇങ്ങോട്ട് പോയി. കണ്ടോ? ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു. മനസ്സിലായോ? ഇനി നോക്കൂ, ഇവിടെ തന്നെ ഞാൻ വെക്കുന്ന വിചാരിക്കുക. അതാ ഈ പോയിന്റിൽ വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജ് നോക്കൂ, അതിനെ റിപ്പൽ ചെയ്ത് നോക്കും. ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകണം, ഇങ്ങനെ പോകണ്ടേ? പക്ഷെ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് പുറപ്പെട്ടു. കാരണം എന്താ നേരെ തന്നെ ഞാൻ ഇങ്ങനെ വരക്കാനുള്ള, എന്താ ചെരിച്ചിങ്ങനെ വരക്കാതിരുന്നത്? നേരെ വരക്കാനുള്ള കാരണം അത് നമ്മൾ കൊളൂംസ് ലോയിൽ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അവരുടെ സെൻറ്റർ ടു സെൻറ്റർ ഐദർ ഡിറക്റ്റഡ് ടുവേർഡ്സ് ഓർ അവേ ഫ്രം എ പോയിന്റ് എന്നല്ലേ നമ്മൾ പഠിച്ച്. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക. പക്ഷേ എന്ത് സംഭവിക്കുന്നു അറിയോ? പുറപ്പെടുന്നത് സ്ട്രെയിറ്റ് ആണ്. പക്ഷെ കുറച്ചാണ് മൂവ് ചെയ്യുമ്പോഴത്തേനും ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ഇയാൾ ഇങ്ങനെ പിക്ചറിലേക്ക് വരും. അപ്പോൾ ഇയാളെ സ്വാധീനം വഴി നേരെ അങ്ങനെ അങ്ങോട്ട് തന്നെ പോവുക. പക്ഷെ ആ പോണത് നോക്കും, ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇത് അവസാനം നോക്കൂ, നെഗറ്റീവ് ചാർജിനെ കണ്ടു, ചാടി വീണു. അറിയോക്കെ? മനസ്സിലായോ? അപ്പോൾ നോക്കൂ, സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ്, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ്. അതേപോലെ നോക്കൂ, ഇവിടെ നിന്നുള്ളത് നമുക്ക് ഇങ്ങനെ വരക്കാം, ലൈക്ക് ദിസ്. കണ്ടോ? ഓക്കെ, ഇതാണ് കഥ. നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഫീൽഡ് ലൈൻ നമുക്ക് വരക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇങ്ങനെ ഒരു ഫീൽഡ് ലൈൻ വരക്കാം, ലൈക്ക് ദിസ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ആണെങ്കിൽ നേരെ എങ്ങോട്ടാ പോവുക? പക്ഷേ നോക്കൂ, അപ്പോഴാണ് കുറച്ചാണ് മൂവ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ സ്വാധീനം കുറയും. ഇയാളെ കാണും, ഇയാളെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ കുറേശ്ശെ വരും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു ബെൻഡിങ് ഇങ്ങനെ വരും. കണ്ടോ? ഇവിടെ എത്തിയാലോ ഒന്നും ബെൻഡിങ് വരാനൊന്നുമില്ല, നേരെ ഇയാളെടുത്ത്. ഇവിടെ നോക്കുക, ലൈക്ക് ദിസ്. ഇനി ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ചാലോ പോസിറ്റീവ് ചാർജിനെ, അപ്പോൾ ഈ പോസിറ്റീവ് അതിനെ റിപ്പൽ ചെയ്യും.
അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോവുക. പക്ഷേ ഈ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും. ഇത് അട്രാക്ട് ചെയ്യേണ്ട ശേഷം നേരെ അങ്ങോട്ട് വരുമോ ഇല്ല. ആ സമയത്ത് തന്നെ ഇയാൾ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവാണ് അടുത്തുള്ളത്. അപ്പോൾ നെഗറ്റീവിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടാവുക. പക്ഷേ അങ്ങോട്ടും ഇങ്ങനെ ഒരു തള്ളിച്ചയോട് കൂടിയാണ് വരിക. കണ്ടോ? മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ. ഇവിടെ വെച്ചാലോ? ഇവിടെ വെച്ചാൽ നേരെ ഒന്നും നോക്കാനില്ല, നേരെ അങ്ങോട്ട് വരും. ഇവിടെ വെച്ചാൽ നോക്കൂതാ, അത് അങ്ങനെ കയറി ഒന്ന്. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരക്കാം. ഇനി അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ഇതിപ്പോൾ ഇവിടെ തീർന്നു പോയോന്ന്. ഇത് ഇവിടെ തീരണമെന്നില്ല, അത് ചിലപ്പോൾ കുറച്ചുകൂടി പോയിട്ടായിരിക്കും തീരുന്നത്. അതിങ്ങനെ ഇവിടുന്ന് പുറപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിക്കൊള്ളുന്നില്ല. കാരണം ഈ നെഗറ്റീവിൻ്റെ ഇൻഫ്ലുവൻസ് തീർന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് എത്തിക്കൊള്ളുന്നില്ല. മനസ്സിലായല്ലോ? പിന്നെ ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തിച്ചു എന്നുള്ളതിനും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്, ദേ ആർ കണ്ടിന്യൂസ്. അപ്പോൾ ബ്രേക്ക് വരരുതെന്നാണ് നമ്മൾ പറഞ്ഞത്. ബ്രേക്ക് വരരുതെന്നുള്ള ഉദ്ദേശം കാരണം ഒരാൾ ഇവിടെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ധരിക്കൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പോയിന്റിൽ എത്തിയപ്പോൾ തന്നെ ഈ പോസിറ്റീവിൻ്റെ ഈ നെഗറ്റീവിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാതായി, എന്നിട്ട് അത് തീർന്നു പോയി എന്നാണ്. അതാണ് ശരിക്കും എൻ്റെ ആക്ച്വൽ മീനിങ്. ഇത് കാര്യങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രൂപത്തിൽ വരച്ചാണ്. അപ്പോൾ തുടങ്ങുന്ന എവിടുന്ന പോസിറ്റീവ് ചാർജ്, എൻ്റെ ഇവിടെ നെഗറ്റീവ് ചാർജ്. ക്ലിയർ അല്ലേ? തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ആരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. അപ്പം ഇനി ഒരു പ്രശ്നം നമുക്ക് വരികയാണ്, ഈ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ചാർജ് അവിടെ പരിസരത്തൊന്നും ഇല്ല. അപ്പം എന്താ ചെയ്യുക? ഫോർ എൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ends at infinity, and for an isolated negative charge electric field line start from infinity. നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഒരു പോസിറ്റീവ് ചാർജ് ഒന്ന്, ഒരു പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് നോക്കൂ, നമ്മൾ ഈ വേറൊരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇയാൾ അതിനെങ്ങനെ റിപ്പൽ ചെയ്യും. എന്നിട്ട് ഇയാളെ ഇൻഫ്ലുവൻസ് ഇല്ലാതാകുന്നതോടുകൂടി അതാണ് നിന്ന് പോകും. കണ്ടോ? കാരണം ഇവിടെ നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും എന്ന് പറയാൻ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ. നോക്കൂ, ഇങ്ങനെയുള്ളത് നോക്കൂ, ഇതിലങ്ങോട്ട് വരും, ഇവിടെ നേരെ മേലോട്ട് പോകും, ലൈക്ക് ദീസ്. അങ്ങനെ ഈ രൂപത്തിൽ നോക്കൂ, ഫീൽഡ് ലൈൻസ് ഈ രൂപത്തിൽ മൂവ് ചെയ്യും, ലൈക്ക് ദിസ്. മനസ്സിലായോ? അപ്പോൾ ഇത് എൻഡിയിൽ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പറയാം? എൻ സെറ്റ് ഇൻഫിനിറ്റിയിൽ. അപ്പോൾ ഇൻഫിനിറ്റി പറഞ്ഞാൽ അങ്ങകലെ ബഹുദൂരം കണ്ണെത്താ ദൂരത്തോളം എന്നാണോ? അല്ല, ആ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു സ്ഥലം എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ ഈ കേസിൽ നമ്മൾ പറയില്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല, എന്താ? ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ ചാർജ് പോയിന്റ് ചാർജ് Q ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. എന്താ Q ഗ്രേറ്റർ ദാൻ 0? പോസിറ്റീവ് ചാർജ് ആണെന്നുള്ളതിനാണ് അങ്ങനെ സംസാരിക്കുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ചാർജ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചത്. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, നമുക്ക് ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ വരക്കാം. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ Q ലെസ് ദാൻ 0. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ കേസിൽ ഞാൻ പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവച്ച് ടെസ്റ്റ് ചാർജ്, അപ്പോൾ എന്താ ചെയ്യുക? അതിങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഇപ്പോൾ വരക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് ദൂരെ കൊണ്ടുവയ്ക്കണം. മനസ്സിലായോ? എന്നിട്ട് ആരോ മാർക്ക് തിരിച്ചിങ്ങോട്ടാണ്, അവിടുന്ന് ഇങ്ങോട്ടാണ് വരക്കേണ്ടത്. ഞാൻ വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ വരക്കുന്നത്. പക്ഷേ ആരോ മാർക്ക് ഇടുന്നത് ശ്രദ്ധിക്കുക, ലൈക്ക് ദീസ്. വളവുണ്ടാവരുത്. നിങ്ങൾ വരക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വേണം വരക്കാൻ. ഈ രൂപത്തിലായിരിക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുക. അപ്പോൾ അത് എവിടുന്നാണ് തുടങ്ങുന്നത്? ഇൻഫിനിറ്റിന്ന്. അപ്പോൾ ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താ? ഇയാളുടെ ഇൻഫ്ലുവൻസ് തുടങ്ങുന്ന സ്ഥലം, അവസാനിക്കുന്ന സ്ഥലം, തുടങ്ങുന്ന സ്ഥലം ഒന്ന് അല്ലേ? ആ ഇൻഫ്ലുവൻസ് അവസാനിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ആ സ്ഥലത്ത് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിങ്ങനെ അട്രാക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ വെച്ചാൽ ഇങ്ങനെ വന്നതാണ്. കേട്ടോ? ദിസ് ഈസ് Q ലെസ് ദാൻ 0. ക്ലിയർ അല്ലേ? അപ്പോൾ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇത് നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ വരക്കണം കേട്ടോ. സ്കെയിൽ വെച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ കണ്ടിക്കല്ല, വേറെ വരച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്, അതൊന്നും വലിയ കാര്യമില്ല, എന്നാലും ബേസിക്കാണ്. ആ ബേസിക് ക്ലിയർ ഇല്ലാഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നീങ്ങണം. Tangent to the electric field line at any point gives the direction of electric field intensity at that point. This is a very important point. അതുകൊണ്ട് തന്നെ പലരും ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ഡിഫൈൻ ചെയ്യൽ ഈ ഡെഫിനിഷൻ വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനെ ഡിഫൈൻ ചെയ്യലെന്ന് വെച്ച് പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ എന്നാണല്ലോ നമ്മൾ സംസാരിച്ചത്. അതിന് പകരം പറയൽ ചിലർ ഇലക്ട്രിക് ഫീൽഡ് ലൈനെ ഡിഫൈൻ ചെയ്യൽ എങ്ങനെ അറിയും?
Electric field lines are imaginary lines tangent to which at any point gives the direction of electric field intensity at that point. Definitely correct ആണ്, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. പക്ഷേ അത് പ്രോപ്പർട്ടിയാണ്. നമ്മൾ പക്ഷേ ഈ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമുക്ക് പ്രാക്ടിക്കലി വരയ്ക്കാൻ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി കൺവീനിയൻറ്റ് കിട്ടല് നേരത്തെ ഡെഫിനേഷൻ വെച്ചിട്ടാണ്. ഏത് ഡെഫിനേഷനും നിങ്ങൾക്ക് പോകാം. അപ്പോൾ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ എന്ന് വെച്ചാൽ നോക്കുക, ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇതാ എനിക്ക് ഇങ്ങനെ കിട്ടി ലൈക്ക് ദിസ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ പോയിന്റിൽ പോയിട്ട് ടാൻജൻറ്റ് വരയ്ക്കുക, കണ്ടോ അവിടെ ടാൻജൻറ്റ് വരയ്ക്കുക. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി നോക്കൂ, ഇവിടുത്തെ ഒരു പോയിന്റ് ആണെങ്കിലോ, അപ്പോൾ ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. ഇവിടെ ആണെങ്കിൽ നോക്കൂ, ഇവിടുത്തെ ടാൻജൻറ്റ് വരയ്ക്കുക, ദെൻ യു വിൽ ഗെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് വിൽ ഗിവ് direction of electric field intensity at that particular point. മനസ്സിലായോ? ഒരിക്കലും നോക്കൂ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. നോക്കൂ, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നോക്കൂ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ലൈക്ക് ദിസ്, അങ്ങനെ ഒരു ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകില്ല. ദിസ് ഷുഡ് നോട്ട് ബി ഹാപ്പൻ. എന്താ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ നിങ്ങൾക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ നോക്കൂ, ഇതാണ് ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്. ഇവിടെ നിങ്ങൾ ഇയാൾക്കനുസരിച്ച് ഈ ഗ്രീനിനനുസരിച്ചിട്ട് ഇങ്ങനെ ടാൻജൻറ്റ് വരച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നോക്കൂ, ഒരു പോയിന്റിൽ യു വിൽ ഗെറ്റ് 2 directions ഫോർ ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. വൺ കനോട്ട് ഗെറ്റ് 2 directions ഫോർ ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി at a particular point. You should be having only a single direction. അങ്ങനെയല്ലേ പാടുള്ളൂ. ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഫീൽഡിലേക്കാണ് വരിക. അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ഇഫ് ദ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ യു ക്യാൻ ഡ്രോ 2 tangents which indicates 2 directions for the same electric field intensity, which is impossible. Therefore this should not be happened. ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. If they intersect, you can draw 2 tangents at the same point, which is quite impossible. You got it? Okay, അടുത്ത പോയിന്റ് നോക്ക്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യൂല. നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോം ചെയ്യാത്തതെല്ലാം കൂടി പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പറയില്ല നമുക്ക്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അതാക്കൂല, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് പിന്നെ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കണ്ടീഷൻ പറയില്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കുളിക്കൂല എന്നൊക്കെ. പക്ഷെ അതൊന്നും പറയാതെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ പ്രത്യേകത ഇല്ലേ? ഫോം ചെയ്യാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല, അതൊന്നും ലിസ്റ്റ് ചെയ്യാതെ ഇതാണല്ലോ പറഞ്ഞത്. അതെന്താ കാരണം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ മാഗ്നറ്റിക് കൗണ്ടർ പാർട്ടാണ് ആര്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. അത് അവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. എന്നാലും ഞാൻ ഒരു സൂചന ഇവിടെ തന്നെ തരാം. നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചതുമാണ്. നോക്കൂ, സപ്പോസ് ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ അറിയാം? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലെത്തി, എന്നിട്ട് സൗത്ത് കൂടെ ഉള്ളിൽ കൂടെ വന്നിട്ട് നോർത്തേക്ക് എത്തി, കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ദേ സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് എൻഡ് അറ്റ് സൗത്ത് എക്സ്റ്റേണലി, ദെൻ കഴിഞ്ഞില്ല പിന്നെ സൗത്ത് നിന്ന് ഇൻറ്റേർണലി ടു നോർത്ത് അഗെയിൻ. അങ്ങനെ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും. നോക്കൂ, ഇതല്ല നമ്മുടെ വിഷയം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അവർ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യില്ല. അപ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തപ്പോൾ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്തില്ലേ അല്ലേ? ഇവിടെ നോർത്തിൽ ഇതാ നോക്ക്, പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നെഗറ്റീവിലെത്തി, പിന്നെ നെഗറ്റീവിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പോസിറ്റീവ് അല്ല, ഇതും ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇതും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്, ഇവിടെയും പോസിറ്റീവ്. ഇതൊരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് അല്ല. ഇത് ഇവിടുന്ന് തുടങ്ങി, ഇത് ഇവിടെ അവസാനിച്ചു, ഫിനിഷ്ഡ്. ഇത് വേറെ തുടങ്ങി, അതിവിടെ വേറെ അവസാനിച്ചു. മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അത് നോക്കൂ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്പ്, വേർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ് ലൂപ്പ്. അടുത്ത് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഓർ ടെർമിനേറ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. എഗെയിൻ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, തുടങ്ങുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എങ്ങനെയെങ്കിലും ആണ് തുടങ്ങരുത്. അവസാനിക്കുന്നത് നോക്കൂ, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ എൻഡ് ചെയ്യേണ്ടത്.
പെർപെൻഡിക്കുലർ ആയിട്ട് ഒരിക്കലും ഒരു ഫീൽഡ് ലൈൻ നോക്കൂതാ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻ വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി അല്ല, സർഫസ് തുടങ്ങുന്നതും പിന്നെ അവസാനിക്കുന്നതും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം. മനസ്സിലായോ? അത് നിർബന്ധമാണ്, അതിൽ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ ഒറിജിനേറ്റ് ഓർ ടെർമിനേറ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് പാസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കയറൂല. കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കയറൂല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് കേട്ടോ. ആ കാരണങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററും ഇതിൻ്റെ അടുത്ത ചാപ്റ്ററും ഇതിൻ്റെ ബാക്കിയാണ്. അത് രണ്ടും കൂടി മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ആ കാരണങ്ങളൊക്കെ മനസ്സിലാവും. ഒരു സാധനവും നേരെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമുക്ക് റീസൺ ഉണ്ട്, ബിക്കോസ് യു ആർ ഡീലിംഗ് ഫിസിക്സ്. നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ് ഇൻ എ റീജിയൻ ഓഫ് സ്ട്രോങ് ഫീൽഡ് ആൻഡ് സ്പേസ്ഡ് അപ്പാർട്ട് ഇൻ എ റീജിയൻ ഓഫ് വീക്ക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കൂ, ക്രൗഡഡ് ഇൻ എ റീജിയൻ ഓഫ് സ്ട്രോങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവണം, എവിടെ സ്ട്രോങ് എവിടെ വീക്ക് എന്നുള്ളൊരു ഐഡിയയും കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഫീൽഡ് ലൈൻസ് നമ്മൾ അടുത്തടുത്ത് വരക്കും. എവിടെ? സ്ട്രോങ് ഫീൽഡിൽ. പിന്നെ എന്നാൽ വീക്ക് ഫീൽഡിലോ അവർ കുറച്ച് അകലെ. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കി, ഈ കേസിൽ നോക്ക്, ഇവിടെ ഞാൻ നോക്കുക ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഫീൽഡ് ലൈൻസ് ആണോ ഇതിലുള്ളത് അത്ര ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമോ? ഞാൻ ഇവിടെ അതേ സാധനം വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇനി ഇവിടെ കൂടുതൽ ഫീൽഡ് ലൈൻസ് വരച്ചാൽ പോലും ഇവിടെ ഈ ചാർജിന് ചുറ്റുമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിൽ അയാൾക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്ട്രോങ് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അകലേക്ക് പോകുന്നതനുസരിച്ച് ഫീൽഡ് ലൈൻസിൻ്റെ തമ്മിലുള്ള സെപ്പറേഷൻ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വീക്ക് ഫീൽഡാണ് ഉണ്ടാവുക. അപ്പോൾ വീക്ക് ഫീൽഡും സ്ട്രോങ് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയായിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ നോക്കി ഞാൻ ചോദിക്കാം, അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ? വെരി സിമ്പിൾ, അത് നല്ല ചോദ്യമാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഫീൽഡ് ലൈൻ എങ്ങനെ വരയ്ക്കറിയോ? നോക്കൂ, തുല്യ സെപ്പറേഷനിൽ പാരലൽ ഇക്വിഡിസ്റ്റൻസ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. പാരലൽ ഇക്വിഡിസ്റ്റൻറ്റ് ലൈൻസ് കണ്ടോ? ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മളിങ്ങനെ വരയ്ക്കുക, പാരലൽ ഇക്വിഡിസ്റ്റൻറ്റ്. ദിസ് റെപ്രസെൻറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതിനാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഇനി നമ്മൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന കേസിൽ നമ്മൾ വരക്കാത്ത ഒരു കേസ് കൂടി ഉണ്ട്. 2 പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് വരക്കണം. ഞാൻ നിങ്ങളുടെ നോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വരച്ച് പഠിക്കും വേണം. നോക്കൂ, 2ഉം പോസിറ്റീവ് ചാർജാണ് ആയിരിക്കും, ലൈക്ക് ചാർജാണ്. ഈ കേസിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഓക്കെ, ഈ കേസിൽ നമ്മൾ വരയ്ക്കൽ നോക്കൂ, ഇവിടെ ഞാനിപ്പോൾ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ എന്ത് ചെയ്യുക? ഇയാൾ ഇതിനങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ അത് നോക്കണ്ട. ഇവിടെ വെച്ചാലോ അയാൾ ഇതിനങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വെച്ചാൽ എന്താ സംഭവിക്കും നോക്കൂടെ? ഇവിടെ വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജ് അതിനെങ്ങനെ പോകണേക്കണം. പക്ഷേ അങ്ങനെ പോകുമ്പോഴല്ലേ ഇയാളെ കാണുക. അപ്പോൾ ഇയാളെ വക ഒരു റിപ്പൽഷൻ അതും കിട്ടൂലേ? മനസ്സിലായോ? അയാളെ വക ഒരു റിപ്പൽഷൻ കിട്ടും. അപ്പോൾ എങ്ങനെ പോകാറിയോ? അപ്പോൾ ഇങ്ങനെ തുടങ്ങും നേരെ പോകാൻ. പക്ഷേ ഇയാളെ സ്വാധീനം കൂടി ആകുന്നതുകൊണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നോക്കൂ, അതിലെങ്ങോട്ടാ പോവുക. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാലോ ഇയാൾ ഇതിനെങ്ങനെ റിപ്പൽ ചെയ്യുക. പക്ഷേ ഇയാളെ വക ഇൻഫ്ലുവൻസും കൂടി ആകുമ്പോൾ എന്താവും? ഇതങ്ങനെ പോയി ലൈക്ക് ദീസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടാകുക? ഇവിടെ ഒക്കെ ലൈക്ക് ദീസ് ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുക. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഫീൽഡ് ലൈനിനെ വരക്കാം. ഇതാണ് 2 പോസിറ്റീവ് ചാർജുകൾ തമ്മിലുള്ള ഫീൽഡ് ലൈൻസ്. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ ഞാൻ സ്കെയിലൊന്നും വെക്കാതെ നേരെ വരച്ചതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രോയിങ് നിങ്ങളത് പെർഫെക്റ്റ് ആയിരിക്കണം നിങ്ങളുടേത്. ഐഡിയ മനസ്സിലായി. നിങ്ങൾ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അത് വെക്കുമ്പോൾ നമുക്ക് ആ ഒരൊറ്റ ഡെഫിനേഷൻ വെച്ചിട്ട് ഏത് കേസിലും നമുക്ക് വരക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇത് 2 നെഗറ്റീവ് ആയാലോ? ഇതും നെഗറ്റീവ് ഇതും നെഗറ്റീവ്. അപ്പോൾ എന്താ അതേപോലെ തന്നെ ഒറ്റ വ്യത്യാസമുള്ളൂ, ആരോ മാർക്ക് റിവേഴ്സ് ചെയ്യും. പാറ്റേൺ സെയിം തന്നെ, പക്ഷേ ആരോ മാർക്ക് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ആൾ അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഫുള്ള് കിട്ടിയില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തിനാണ്? ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അവ ശരിക്കും അങ്ങനെ സാധനം ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ബട്ട് ദ ഫീൽഡ് ദ റെപ്രസെൻ്റ് ഈസ് റിയൽ. അത് റിയൽ ആണ്. അടുത്തത് അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദ പാത്ത് ഫോളോഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. എന്താ ഫ്രീ ടു ഡു സോ ഒക്കെ ക്ലിയർ അല്ലേ? പോണ പോക്കിൽ നമ്മൾ വേറെ ഇൻഫ്ലുവൻസ് ഒന്നും കൊടുക്കരുത്.
ഓക്കെ, പിന്നെ പ്രോപ്പർട്ടീസ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ് ഒറിജിനേറ്റിംഗ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ്. റെഡി അല്ലേ? പിന്നെ അടുത്തത് ടാൻജൻറ്റ് ടു ദ ഫീൽഡിൽ. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഫോർ എൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ദാറ്റ് ഈസ് ക്യൂ ഗ്രേറ്റർ ദാൻ 0 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടെർമിനേറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിലോ ഒറിജിനേറ്റ് ഫ്രം ഇൻഫിനിറ്റി. റെഡി അല്ലേ? ഓക്കെ, ദെൻ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. അടുത്തത് ടു ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ബിക്കോസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ യു ക്യാൻ ഡ്രോ ടു ടാൻജൻസ്. ടു ടാൻജൻസ് മീൻസ് ടു ഡിറക്ഷൻസ് ഫോർ ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്പ്. അതിന് പറയാനുള്ള കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യും, അത് ഇയാൾ ഫോം ചെയ്യില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാം. അതുകൊണ്ട് ഫോം ചെയ്യില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പിന്നെ ഫീൽഡ് ലൈൻസ് എപ്പോഴും ബോഡിയുടെ സർഫസിൽ നിന്ന് തുടങ്ങലെങ്ങനെ? പെർപെൻഡിക്കുലർ ആയിട്ട്. അതേപോലെ എവിടെയെങ്കിലും അവസാനിക്കലെങ്ങനെ? അതും പെർപെൻഡിക്കുലർ ആയിട്ട്. ആൾവേസ് ഒറിജിനേറ്റ് ഓർ ടെർമിനേറ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അടുത്തത് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കണ്ടക്ടറിൻ്റെ ഇൻസൈഡിക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകില്ല. ഫീൽഡ് ലൈൻസ് ഡു നോട്ട് പെനിട്രേറ്റ് ത്രൂ ദ കണ്ടക്ടർ. പിന്നെ ഫീൽഡ് ലൈൻ വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ് അല്ലെങ്കിൽ ക്ലോസർ ഇൻ എ റീജിയൻ ഓഫ് സ്ട്രോങ് ഫീൽഡ് ആൻഡ് ദേ ആർ ഫാർ അപ്പാർട്ട് ഓർ സ്പേസ്ഡ് അപ്പാർട്ട് ഇൻ എ റീജിയൻ ഓഫ് വീക്ക് ഫീൽഡ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ നീങ്ങാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്നതാണ് നമ്മുടെ അടുത്ത കൺസെപ്റ്റ്. ഇലക്ട്രിക് ഫ്ലക്സ് ഇത് പലപ്പോഴും വെറുതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നൊരു സാധനമാണത്. അപ്പോൾ വെറുതെ കാണാതെ ഉള്ള ഒരു പഠനം നമുക്ക് ഇവിടെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമുക്ക് കൃത്യമായി അതിൻ്റെ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാം. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. നോക്കൂ, ജസ്റ്റ് ഡെഫിനിഷൻ പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. Electric flux linked with any surface is defined as the total number of electric field lines passing perpendicular to that surface. ഇതിൻ്റെ മീനിങ് ഒന്ന് ആലോചിച്ചോ. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ത്രൂ ദാറ്റ് സർഫസ്. ഓഹോ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നോക്കൂ, ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയയിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇതിൻ്റെ മീനിങ് ആട്ടെ ഞാൻ പറയണത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡെപ്തിലേക്ക് വേറെ പോകണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ, എങ്ങനെയെങ്കിലും അല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഡെഫിനിഷൻ നിങ്ങൾ ഏതായാലും പഠിക്കാനുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താ അറിയോ? ഇതിൽ ഞാൻ 2-3 പ്രശ്നങ്ങൾ ഞാൻ ആദ്യം പറയും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആൻസർ കൃത്യമായി മനസ്സിലായാൽ ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലായി, ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഡെഫിനിഷൻ കാണാൻ പഠിച്ചിട്ടൊന്നും ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലാവില്ല. നോക്കൂ, നമുക്ക് ഞാൻ പറഞ്ഞ ആ പോയിന്റിൽ ഓരോന്നിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടോട്ടൽ നമ്പർ ഓഫ് എന്നല്ലേ പറഞ്ഞത്. നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം നോക്കൂ, ബാഗിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ എത്ര പേനുണ്ട്, അപ്പോൾ എത്ര പേനുണ്ട് എന്നുള്ള നമ്പറല്ലേ പറയാം. അപ്പോൾ എത്ര? 2 അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാകാൻ പാടില്ല? യൂണിറ്റ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ് എന്നാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ അതൊരു നമ്പറാണ്. നമ്പർ ആണെങ്കിൽ എന്തുണ്ടാകാൻ പാടില്ല? യൂണിറ്റ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സിന് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതെന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോൾ ഹൂ വിൽ കൗണ്ട് അല്ലേ? ഹൂ ക്യാൻ കൗണ്ട്? ആരാ കൗണ്ട് ചെയ്യുക? ആരാ അതിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാൻ പോണ്? ഇമാജിനറി ആയിട്ടുള്ള ഈ സാധനത്തിൻ്റെ നമ്പർ ആര് കൗണ്ട് ചെയ്യും? അടുത്തത്, ഫീൽഡ് ലൈൻ പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ് എന്നാണ് സംസാരിച്ചത്. പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ് 1 സെക്കൻഡ്. അപ്പോൾ നോക്കൂ, ഇത് ഒരു ഷീറ്റ്, ഇത് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ?
ഓക്കെ. ഈ ഷീറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കൂ, ബാക്ക് കൂടെ ഇങ്ങനെ കയറി, ഷീറ്റ് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ എയറിൽ ഇങ്ങനെ സങ്കല്പിച്ചൊരു സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്ക് കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വന്ന് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോണ ഡയറക്ഷൻ നോക്കുക, കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ എങ്കിൽ നോക്കിക്കോ, ശ്രദ്ധിക്കുക, ഇത് നോക്കൂ ഫീൽഡ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേപോലെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടോ? ആ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ച പോലെ ഫീൽഡ് ലൈൻ. പക്ഷേ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണോ പോകുന്നത്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണോ? അല്ല. അപ്പോൾ ഇവിടെ ഒരു ഫീൽഡ് ലൈൻ പോലും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല പോണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവാൻ പാടുണ്ടോ? പാടില്ല. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ. അപ്പോൾ നോക്കൂ, നോ പെർപെൻഡിക്കുലാർ ഫീൽഡ് ലൈൻസ്, നോ പെർപെൻഡിക്കുലാർ ഫീൽഡ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ നോ ഫീൽഡാണ്, ബട്ട് നോ ഫ്ലക്സ് ആണ്, ബട്ട് ദർ ഈസ് ഫ്ലക്സ്. പക്ഷെ അപ്പോഴും അവിടെ ശരിക്കും എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇത് അടുത്ത പോയിന്റ്. പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡ് ലൈൻസ് ഇല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് ഇല്ലാത്ത സന്ദർഭത്തിൽ എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ വി നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അടുത്ത പോയിന്റ് നോക്ക്, പാസിംഗ് ത്രൂ ദാറ്റ് സർഫസ്. നമ്മളിപ്പോൾ നേരത്തെ എന്താ പഠിച്ച്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് പെനിട്രേറ്റ് ത്രൂ എ കണ്ടക്ടർ എന്ന് പഠിച്ചില്ലേ? അത് നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ ഇതാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പറയാൻ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫീൽഡ് ലൈൻ ഇങ്ങനെ പാസ് ചെയ്തെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഇതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യുക? ഹൗ ദിസ് പെനിട്രേഷൻ ഈസ് പോസിബിൾ? മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് ഇതിൻ്റെ ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഉണ്ടാക്കും, ഡോണ്ട് വറി. ആ ഇക്വേഷൻ നോക്കൂ, ഫൈ എന്നാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ സിമ്പൽ. ഇത് ഗ്രീക്ക് ആൽഫബറ്റാണ്. നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ, പൈ, തീറ്റ, എപ്സിലോൺ തുടങ്ങി പഠിച്ചില്ലേ? അതുപോലത്തെ ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ് ഫൈ. ഫൈ എന്നാണ് കേട്ടോ, വായിക്കുക, PHI എന്നുള്ള പ്രൊനൗൺസിയേഷൻ. ഫൈ ഫൈ ഫൈ. ഈ ഉണ്ടോ ഫൈ? ഈ ഫൈൻ്റെ ഇക്വേഷൻ നമ്മൾ പറയൽ ഇതാ നോക്കൂ, ഇതാ ഇങ്ങനെയാണ്. ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതൽ B ഡോട്ട് എ എന്ന് എഴുതുക. B ഡോട്ട് എ, B ഡോട്ട് എ അതെന്താണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ സംസാരിക്കും കേട്ടോ. B ഡോട്ട് എ അല്ലെങ്കിൽ എസ് എന്ന് പറയും. ഞാൻ ഇവിടെ എസ് എന്നാണ് എടുത്തത്. അപ്പോൾ B ഡോട്ട് എസ്. എസ് എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നോർമലി ഇവിടെ നമ്മൾ വെക്ടറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കണം. വെയിറ്റ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഞാൻ എഴുതിയത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ E ഡോട്ട് എസ് കേട്ടോ, E ഡോട്ട് എസ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡോട്ട് ഏരിയ. അപ്പോൾ ഇതെന്താ സാധനം? ഇത് E കോസ് തീറ്റ, ES കോസ് തീറ്റ, ES കോസ് തീറ്റ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഇഷ്യൂ എന്താ അറിയോ? എന്തുകൊണ്ട് ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആയി, എന്തുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് ആയില്ല, എന്തുകൊണ്ട് E ക്രോസ് S ആയില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ ചിലർ പറയും ഇലക്ട്രിക് ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട്. അത് ഇങ്ങനെ E ഡോട്ട് എസ് ആയതുകൊണ്ട് നമ്മൾ സ്കേലാർ ആക്കിയിരിക്കുക. അപ്പോൾ E ക്രോസ് S ആയിരുന്നെങ്കിൽ അത് വെക്ടർ പോകുമല്ലോ. മനസ്സിലായോ? അപ്പോൾ വൈ നോട്ട് E ക്രോസ് എസ്? അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാലേ ഞാനിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ഈ 4 പോയിന്റിൽ നിങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എത്തും. ഇത് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. നമ്മൾ പറയും. റെഡി അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകാം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എനി സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. ഇതാണ് നമ്മളെ ഡെഫിനിഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാം ഒന്നാമത്തെ കാര്യം. എന്താ ആദ്യത്തെ നമ്മളെ പ്രശ്നം? എന്താ? ഇതൊരു നമ്പറാണല്ലോ, അപ്പോൾ ഇനി യൂണിറ്റ് ഉണ്ടാവില്ലല്ലോ. പക്ഷേ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആലങ്കാരിക പ്രയോഗം എന്നൊക്കെ, അതുപോലത്തെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് സത്യത്തിൽ എന്ത്? ഈ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനല്ല, ആക്ച്വൽ നമ്പറിനെ സൂചിപ്പിക്കാനല്ല നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ് ഇൻ എ റീജിയൻ ഓഫ് സ്ട്രോങ് ഫീൽഡ്, ദേ ആർ ഫാർ അപ്പാർട്ട് ഇൻ എ റീജിയൻ ഓഫ് വീക്ക് ഫീൽഡ്. പഠിച്ചില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കി വെക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ സ്ട്രോങ് ഓർ ഹൗ വീക്ക് ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ്, അതാണ് സൂചിപ്പിച്ചത്. അല്ലാതെ അവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തല്ല, ടോട്ടൽ നമ്പർ അതിൻ്റെ കൃത്യം കൗണ്ട് റിപ്പോർട്ട് ചെയ്യാനല്ല. ഇല്ലേ? അതൊരു മുമ്പ് ആരോ അങ്ങനെ യൂസ് ചെയ്ത് അത് നമ്മളങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ കൊണ്ട് ഉദ്ദേശിച്ചത് എക്സാക്റ്റ് നമ്പറിനെ കുറിച്ചല്ല, ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് അത് ഉദ്ദേശിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ 2 പ്രശ്നം ഒരുമിച്ച് തീർന്നില്ലേ? ഏതാ ഒന്ന്? അപ്പോൾ ഇപ്പോൾ ഈ യൂണിറ്റ് നമ്പർ എക്സാക്ട്ലി നമ്പറല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഉള്ളതിന് നമുക്ക് വിരോധമില്ല. 2
പിന്നെ ഇമാജിനറിനെ ആരാ കൗണ്ട് ചെയ്യാൻ? നിങ്ങൾ കൗണ്ട് ചെയ്യാനൊന്നും പോകണ്ട. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്. സാഹിത്യത്തിൽ കൂടെ ഫിസിക്സ് പറഞ്ഞതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി പാസിങ് പെർപെൻഡിക്കുലർ എന്നാണല്ലോ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഒരാൾ പോലും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവാൻ പാടില്ല അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ. പിന്നെ അതെന്താ സംഭവിച്ചത്? ഓക്കെ, അതെന്താ സംഭവിച്ചതെന്നുള്ളത് കണ്ടോളൂ. നോക്കൂ, ഞാൻ പറഞ്ഞു ഇതിലൂടെയുള്ള ഫ്ലക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിലൂടെയുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഇവിടെ ലൈക്ക് ദിസ് ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻ ഉള്ളതെന്ന് കരുതുക. ഈ രൂപത്തിലാണ് ഫീൽഡ് ലൈൻ ഉള്ളത്. അപ്പോൾ നോക്കൂ, ഫീൽഡ് ലൈൻ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ. അപ്പോൾ ഈൻ്റെ ഡയറക്ഷനാണിത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റിനെ നിങ്ങൾക്ക് റിസോൾവ് ചെയ്ത് കോമ്പണൻ്റ് ആക്കുക. ഒരു കോമ്പണൻ്റ് ഏതാ? നമുക്ക് ഇയാൾ ഒരു റെക്റ്റാങ്കുലർ കോമ്പണൻ്റ് ആക്കുകയാണ് ഞാൻ. ഒരു കോമ്പണൻ്റ്, അപ്പോൾ ഇതിലെങ്ങോട്ട് കിട്ടി? റെഡിയല്ലേ? ഒരു കോമ്പണൻ്റ് ഇത്. ഈ ആംഗിൾ നോക്കൂ, ഇയാളുമായിട്ട് ഈ ഫീൽഡ് ലൈനായിട്ട് ഈ കോമ്പണൻ്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇയാളാരാ? കോസ് തീറ്റ. അതെന്ന് വെച്ചാൽ ഇത് ഈ, അപ്പോൾ ഇതാരാ? ഈ കോസ് തീറ്റ. ആരായിട്ടാണോ തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന അയാളാണ് കോസ് കോമ്പണൻ്റ് +1. അപ്പോൾ ഇയാളാരാ? ഈ സൈൻ തീറ്റ. മനസ്സിലായോ? അപ്പോൾ ഈ ഫുള്ളായിട്ട് സർഫസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും ഈയുടെ ഒരു കോമ്പണൻ്റ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അയാളെ കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങോട്ട് കിട്ടും? ഫ്ലക്സിലേക്ക് കിട്ടും. ഫുൾ ഫീൽഡ് ലൈൻ ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു കോമ്പണൻറ്റ് ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കോമ്പണൻറ്റ് നമുക്കിവിടെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഫീൽഡ് ലൈൻ മൊത്തത്തിൽ സർഫസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും ആ ഫീൽഡ് ലൈനിൻ്റെ ഒരു കോമ്പണൻറ്റ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കിട്ടുകയാണെങ്കിൽ ആ പാർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്കിവിടെ പരിഗണിക്കാം. മനസ്സിലായോ? നേരെ മറിച്ച് നോക്കൂ, ഈ ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കോമ്പണൻ്റേ ഇല്ല. ഉണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെങ്കിൽ ഇല്ല. അപ്പോൾ ഫ്ലക്സ് 0 ആണ്. ബാക്കി എല്ലാ സന്ദർഭത്തിലും നോക്കൂ, ഫീൽഡിൻ്റെ ഒരു കോമ്പണൻറ്റ് നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കിട്ടും. ആ കോമ്പണൻ്റ് ആണ് മൊത്തം ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും നമുക്ക് ഫ്ലക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. യു ഗോട്ട് ദ പോയിന്റ്? നമ്മുടെ 4th പോയിന്റ് എന്തായിരുന്നു? സർഫസിൽ കണ്ടക്ടറിനെ പെനിട്രേറ്റ് ചെയ്യൂല. പിന്നെ എങ്ങനെ ഇവിടെ ആ ഫീൽഡ് ലൈൻ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ അത് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഷീറ്റ് ഇങ്ങനെ കാണിച്ചു തന്നാൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെയൊക്കെ ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, ഏതാ ഏരിയ അറിയാം നമുക്ക്? കൊടുക്കും. ഇതിൽ കൂടെ ഫീൽഡ് ലൈൻ പോയിക്കൂടെ? അതിനെന്താ പ്രശ്നം? ഇതിൽ കൂടെ പോയിക്കൂടെ? അത് നമ്മുടെ ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ, അല്ലാതെ അതിങ്ങനെ തൊടാൻ കിട്ടുന്ന ഒരു ഫിസിക്കൽ ഏരിയ ആവണമെന്നില്ല. ഒരു ആർബിട്രറി ഏരിയ, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ ഒന്നുകൂടെ പല തവണ നോക്കണം കേട്ടോ. നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. നമ്പർ കണ്ട് ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പെർപെൻഡിക്കുലറായിട്ട് ഒരാൾ ഒരു ഫീൽഡ് ലൈൻ പോലും ഇല്ലെങ്കിലും അവിടെ ഫ്ലക്സ് ഉണ്ട്. മനസ്സിലായല്ലോ? യൂണിറ്റ് ഉണ്ട്. സർഫസ് കൂടെ പോകാമെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഏതാ സർഫസ്? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഡെഫിനിഷനിൽ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 2 കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മളവിടെ സംസാരിച്ചത്. 1 സർഫസ്, 2 ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണ് നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താക്കിയെന്ന് പറയാം. ഇവിടെ നമുക്കിത് നേരിട്ട് നമ്മൾ പഠിക്കുകയാണ്. അത് ഫ്ലക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ നോക്കൂ. ഇവിടെ ഞാനിവിടെ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഏരിയ, ഏതോ ഒരു ആർബിട്രറി ഏരിയ. അതിനെ ഞാൻ S എന്ന് വിളിച്ചു. മൊത്തം ഏരിയ S. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ വരച്ചത്. കണ്ടോ? ഈ ചെരിഞ്ഞിട്ട് ഇങ്ങനെ പോണ്. എന്നാൽ ഇതിൻ്റെ ബാക്ക് കൂടെ കയറി ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ തൊട്ടാൽ കിട്ടുന്ന ഒരു ഏരിയ ആണോ? അല്ല. ഇത് നമ്മളൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഏരിയനെ ഉള്ള ഒരുപാട് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് അതിൽ ഒരു കഷ്ണമാണ് ഞാൻ നോക്കുന്നത് അവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തത്. കണ്ടോ? ആ കഷ്ണത്തിന് ഇത് മൊത്തം ഏരിയ S ആണെങ്കിൽ ആ കഷ്ണത്തിൻ്റെ പേരെന്താണ്? നമ്മൾ ΔS. അങ്ങനെ ഇട്ടൂടെ? നമുക്ക് ഇവിടെ ഇതേപോലത്തെ ഒരുപാട് ഏരിയകളാക്കി നമുക്കിതിനെ മുറിക്കാം. ഒരു കുഴപ്പമില്ല. ഇതിന് ഇഷ്ടംപോലെ ഏരിയ ആയിട്ട് നമുക്കിത് അതിനെങ്ങനെ മുറിച്ചിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് നമുക്ക് ΔS എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് അതിൻ്റെ വെക്ടറിനെ പറ്റിയാണ് സംസാരിക്കാം. നമുക്ക് ഫിസിക്സിലും മാത്തമാറ്റിക്സിലും പല സന്ദർഭത്തിലും ഏരിയനെ നമ്മൾ വെക്ടറായിട്ടാണ് പരിഗണിക്കുക. ഏരിയ വെക്ടർ എന്നാണ് അപ്പോൾ നമ്മളതിനെ സംസാരിക്കുക. ഏരിയ വെക്ടർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് നോക്കൂ, ഈ ഏരിയ നമ്മൾ വെക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമലാണ്.
വേറൊരു കേസും കൂടി നമുക്ക് അതിൽ വരാനുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഏരിയ വെക്ടർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ നിങ്ങളുടെ മനസ്സിൽ വരണം. ഏരിയ വെക്ടർ ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഏരിയനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ. നോക്കൂ, അതിൻ്റെ ഓപ്പോസിറ്റ് ഏരിയനെ നോക്കൂ. ഇപ്പോൾ ഞാനിതിനെ ഈ ഏരിയ ആണെങ്കിൽ ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ. അപ്പോൾ ഇനി ഈ ഏരിയനെ കുറിച്ചാണെങ്കിലോ സംസാരിക്കുന്നതാ, അപ്പം ഇങ്ങോട്ട് ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ. അപ്പോൾ ഏരിയ വെക്ടർ എന്ന് കേൾക്കുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് വരട്ടെ? ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നോക്കൂ, നോക്കൂ, ഇത് ഇവിടുത്തെ ഏരിയ. അപ്പോൾ അവിടുത്തെ ഏരിയ ഏതറിയോ? ഈ ഏരിയ എന്ന് പറയുമ്പോൾ ശരിക്കും ഡിറക്റ്റഡ് ഇങ്ങനെയാണോ കൊടുത്തത്? റെഡി? മറ്റ് അവിടെ 2 ഡയമെൻഷണൽ ഡയഗ്രം ആണല്ലോ അത്, അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്ത് നോക്ക്. നോക്ക്, ഇത് ഏരിയ, ഇതിൻ്റെ ബാക്കിൽ കൂടെ ഫീൽഡിലേയും കയറി ഫീൽഡിലേയും ഇങ്ങനെ പോണത്. അപ്പോൾ ഞാൻ ഈ ജംഗ്ഷനിൽ നോക്കി, ഇവിടെയാണ് ഞാൻ ചെറിയൊരു ഏരിയ എടുത്തത്. ഈ ഫീൽഡ് വരുന്നത് ഇവിടെ. അപ്പോൾ ആ ഏരിയൻ്റെ ഡയറക്ഷനാണ് ഇത് ഔട്ട്വേർഡ് നോർമൽ. കണ്ടോ? ഡിറക്റ്റഡ് അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ. ഈ ഏരിയ വെക്ടറും അപ്പോൾ അതാരാണ്? ഏരിയ വെക്ടർ. ഇത് ഫീൽഡ് നമ്മളുള്ള ആംഗിളിനാണ് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്ത്? തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്ത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് തീറ്റ. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ സ്മോൾ ഏരിയ ഡെൽറ്റ എസ് കൂടെ പോകുന്ന ഫ്ലക്സിനെ ഞാൻ ഡെൽറ്റ ഫൈ എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ്? ഇ ഡോട്ട് ഡെൽറ്റ എസ്. എന്താണ്? ഇ ഡോട്ട് ഡെൽറ്റ എസ് ഓർ ഈക്വൽ ടു എന്താ കിട്ടുക? ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. അപ്പോൾ ശരിക്കും ഇത് എന്താ സാധനം? ഇ കോസ് തീറ്റ ഇൻറ്റു ഡെൽറ്റ എസ് എന്നാ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏരിയൻ്റെ ഡയറക്ഷനിലെ കോമ്പണൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അതിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഈ ഡെൽറ്റ എസ് കോസ് തീറ്റ. ഓക്കെ, ഇതൊക്കെ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലായി പഠിക്കുന്ന ആളുകൾക്ക് ആയിരിക്കും നന്നായിട്ട് യൂസ്ഫുൾ ആവുക. അത് പിന്നെ വെറും പരീക്ഷയ്ക്ക് മാർക്ക് മാത്രമല്ല, പരീക്ഷയ്ക്ക് മാർക്ക് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഡെഫിനിഷൻ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷനും പഠിച്ചു വെച്ചാൽ തന്നെ എല്ലാ പ്രശ്നവും തീരും. അല്ലാതെ എക്സാമിന് നിങ്ങളോട് ഇത് നമ്പറല്ലേ, എങ്ങനെ യൂണിറ്റ് ഇല്ലാതായി, ഇതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിസിക്സ് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നോക്കൂ, ഈ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇത് ചെറിയ ഈ ഏരിയൻ്റെ മാത്രം കിട്ടി. ഇതേപോലെ ഒരുപാട് ഏരിയ ഇല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു സമ്മേഷൻ സിഗ്മ ഇ ഡെൽറ്റ ഡോട്ട് ഡെൽറ്റ എസ് നമ്മൾ കാണണം. പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടാൽ നമുക്ക് എക്സാക്റ്റ്ലി കിട്ടില്ല. കാരണം എന്താ? ഇവിടെ നമ്മളിങ്ങനെ ഏരിയ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് മിസ്സിംഗ് ഒക്കെ വരും. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുക തൽക്കാലം. ഏത് +1 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർക്ക് എനർജി പവറിൽ നിങ്ങൾ വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് സംസാരിച്ച്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്, അവിടെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നോക്കൂ, അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാക്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഏരിയ മിസ്സാകാതെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഏരിയൻ്റെ സൈസ് പറ്റ ചെറുതാക്കുക അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ അരിമണിൻ്റെ കേസൊക്കെ എന്നാൾ പറഞ്ഞ പോലെ ഒരു ബീക്കറിൽ നമ്മൾ അരിമണി എടുത്തു. കുറേ അരിമണികൾ എടുത്താൽ ഓരോ അരിമണികൾക്കിടയിലും കുറേ സ്പേസ് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുണ്ടാവില്ല അവിടെ. നേരെ മറിച്ച് നിങ്ങൾ ആ അരിനെ കംപ്ലീറ്റ് മറ്റേ പൊടിമില്ലിൽ പോയി ഫ്ലോർ മില്ലിൽ പോയി പൊടിച്ചിട്ട് അതേ പാത്രത്തിലിട്ടാലോ അത്ര സ്പേസ് എടുക്കില്ല, ഒരുപാട് സ്പേസ് കുറവായിരിക്കും. അതാ മീൻസ് പിന്നെ ഉദ്ദേശിച്ച സ്പേസ് അതിൻ്റെ ഇടയിൽ വീണ്ടും ഉണ്ടാവും. പക്ഷേ അവിടെ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും? തീരെ ഉണ്ടാവില്ല. എല്ലാവരും പരസ്പരം കോണ്ടാക്റ്റിലാണ്. അതിന് അരിമണി എടുക്കുന്ന അതിനെക്കാട്ടിലും വോളിയം ചിലപ്പോൾ പൊടി എടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അരിമണിയിൽ നമ്മൾ ഇതെല്ലാം കൂടി കംപ്രസ് ചെയ്ത് വെച്ചിരുന്നത്. അത് പൊടിച്ചപ്പോൾ അതൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു കേസ് അവിടെ ഉണ്ട്. അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ പാർട്ടിക്കിൾസ് നമ്മളുടെ അടുപ്പം കൂടും. അപ്പോൾ അതേപോലെ ഡെൽറ്റ എസിൻ്റെ ഏരിയ നമ്മൾ കുറക്കുക. ഏരിയ കുറക്കുമ്പോൾ നമ്മൾ എന്താ എഴുതുക? ഡി എസ്. ഇതാരാ? ഇൻഫിനിറ്റ്സ്മെലി സ്മോൾ ഏരിയ എന്നാണ്. അപ്പോൾ ആ ഏരിയയിലൂടെയുള്ള ഫൈനെ നമ്മൾ എന്താ എഴുതുക? ഡി ഫൈ. അപ്പോൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. അത് സ്മോൾ ഏരിയ. ആ മൊത്തം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? മൊത്തം കിട്ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇതാണ് ഏറ്റവും ജനറൽ ഇക്വേഷൻ. പക്ഷെ മിക്ക പ്രോബ്ലം ചെയ്യാനും ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് മിക്ക സമയത്തും ഏത് ഇക്വേഷൻ മതി അറിയാം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നോക്കൂ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലെയിൻ ഏരിയൻ്റെ കേസ്, പ്ലെയിൻ ഏരിയ, ആ ഇക്വേഷനാണ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. അപ്പോൾ ഈ ഇക്വേഷൻ മതി നമുക്ക് മിക്ക സന്ദർഭത്തിൽ. ഇത് മതിയാവും. പക്ഷേ ഇതെപ്പോഴാണ് അപ്ലൈ ചെയ്യുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ
പ്ലെയിൻ ഏരിയ ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ പറ്റുള്ളൂ. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. പക്ഷേ നമ്മളെ മിക്ക പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് തീരും. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലെയിൻ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ മതി? ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് മതി. നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളും കൂടെ ഫൈൻഡ് ചെയ്യാണ്ട്. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു നമുക്ക് ഏതെങ്കിലും ഒരു ഫൈൻഡ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഇ ഡോട്ട് എസ് തന്നെ എടുത്ത് ഞാൻ ഇ ഡോട്ട് എസ് എടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് യൂണിറ്റ് എന്താ കിട്ടുക? ഇൻ്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ കുളോംബ്. എസിൻ്റെ യൂണിറ്റ് എന്താ? ഏരിയ മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. ഇനി നോക്കൂ, ഈ ന്യൂട്ടൺ പെർ കുളൂംബിന് നമുക്ക് എന്ത് എഴുതാം? വോൾട്ട് പെർ മീറ്റർ അല്ലേ? വോൾട്ട് പെർ മീറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ്. ഇത് അടുത്ത ചാപ്റ്ററിലാണ് ഈ യൂണിറ്റ് ഇവിടുന്ന് വന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുക. ഇൻറ്റു മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക? വിച്ച് ഇംപ്ലൈസ് വോൾട്ട് മീറ്റർ അല്ലേ? വോൾട്ട് മീറ്റർ. ഇത് എന്തിൻ്റെ യൂണിറ്റാണ്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഇക്വേഷൻ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ക്ലിയർ ആവുന്ന ഇക്വേഷൻ ഏതാ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇതെപ്പോഴാണ് പറ്റുക? പ്ലെയിൻ സർഫസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലെയിൻ ഏരിയയിൽ. ഇത് ഏത് കേസോ യൂണിഫോം നോൺ യൂണിഫോം എന്ത് കേസിൽ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് അവസാനം ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ കിട്ടിയത്? അതുകൊണ്ട് തന്നെ ഫ്ലക്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇലക്ട്രിക് ഫ്ലക്സ് സ്കേലാറാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രശ്നം കൂടി പറയല്ലേ? ഇപ്പോൾ ഇതിൽ രണ്ടാൾക്കാരല്ല, ഇയും എസും, ഏരിയ വെക്ടറും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. ഒരു മുതൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ക്രോസ് കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് നമ്മൾ ക്രോസ് എടുത്തില്ല? അതായിരുന്നല്ലോ നമ്മളെ ലാസ്റ്റ് പ്രശ്നം. അതിൻ്റെ ആൻസറും കൂടി പറഞ്ഞാൽ നമുക്ക് ഫ്ലക്സ് അവസാനിപ്പിക്കാം. നോക്കിക്കോളൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ. അതിലെങ്ങനെയല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഇതാ അങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഇതാണ് നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ വിചാരിക്കുക. ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈ കോമ്പണൻ്റ് ആണല്ലോ നമ്മൾ എടുത്ത്. ഇത് തീറ്റ. അപ്പോൾ ഈ ഡയറക്ഷനിൽ ആരാ വരിക? ഇത് ഏരിയ വെക്ടറാണ്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ ഫീൽഡിൻ്റെ കോമ്പണൻറ്റ്. അപ്പോൾ ഫീൽഡിൻ്റെ കോമ്പണൻ്റ് എങ്ങനെ വരിക? ഇ കോസ് തീറ്റ അല്ലേ? ഓക്കെ. ഇ ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ കോസ് തീറ്റ ഇൻറ്റു എസ്. ഇനി നമ്മൾ ഇ ക്രോസ് എസ് എടുത്തെന്ന് വിചാരിക്കുക. ഇ ക്രോസ് എസ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടുക? ഈ സൈൻ തീറ്റ ഇൻറ്റു എസ് എന്നല്ലേ വരിക. ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ ഡയറക്ഷനിലെ കോമ്പണൻ്റാണ്. ഈ കോമ്പണൻറ്റ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പോവുമോ? ഇല്ല, അത് പാരലലായിട്ടല്ലേ പോകണം. അപ്പോൾ ഈ കോമ്പണൻ്റ് ആണോ നമുക്ക് വേണ്ടത്? അല്ല, സർഫസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള കോമ്പണൻ്റാണ് വേണ്ടത്. അത് കിട്ടാനാണ്, അതുകൊണ്ടാണ് ഡോട്ട്, അങ്ങനെയാണ് ഡോട്ടായത്, എന്തല്ലാതായത്? ക്രോസ് ആയത്. അല്ല സോറി, ഡോട്ടായത് ക്രോസ് ആവാതിരുന്നത്. മനസ്സിലായോ? കിട്ടിയില്ലേ? പോയിന്റ് കിട്ടിയോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളതിൽ സംസാരിച്ച് കഴിഞ്ഞു. ഒന്നുകൂടി നോക്ക്. ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എനി സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. ഓക്കെ അല്ലേ? റെഡി. ആ കാര്യങ്ങൾ ഫുൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഓരോ പോയിൻറ്റും സംസാരിച്ചു. ഡീപ്പായിട്ട് അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ ഈ പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. ഈ പോയിൻറ്റിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബൈഹാർട്ടാക്കിയ പോലെ ആയിരിക്കും കാര്യങ്ങളുണ്ടാവുക. അതിന് ഫിസിക്സ് എന്ന് പറയില്ല. റെഡി അല്ലേ? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. യൂണിറ്റ്, എല്ലാ കാര്യങ്ങളും റെഡി. നമ്മൾ അടുത്ത ഭാഗത്ത് ചെറിയൊരു പാർട്ടും കൂടെ നമുക്കൊന്ന് സംസാരിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഇലക്ട്രിക് ഡൈപോളാണ്. ഫ്ലക്സ് ശരിക്കും പഠിക്കുക. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഡെഫിനിഷൻ നോക്കി. ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ നോക്കൂ, എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എങ്ങനെയെങ്കിലും ആയാൽ പോരാ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണോ എന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു -q എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ +q ചാർജിങ് ഇവിടെയും വേണം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കണ്ടോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. എ ബി എന്ന് ഞാൻ ഈ ഡൈപോളിന് പേരെടുക്കുകയാണ്. ഈ ഡൈപോളിൻ്റെ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരുമുള്ള സെപ്പറേഷൻ, അതിന് നമ്മൾ സാധാരണ പേരിടുക 2a അല്ലെങ്കിൽ 2l എന്നൊക്കെ പേരിടുക. 2a 2l. അതിന് നിൽക്കൊന്നും എ എന്നിട്ടാൽ പോരെ, അല്ലെ എൽ എന്നിട്ടാൽ പോരാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടി എച്ച് ഒരു കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ യൂഷ്വൽ പ്രയോഗം. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാനുള്ള കാരണം, മിക്ക സന്ദർഭങ്ങളിലും നമുക്ക് ഡൈപോളിൻ്റെ ഫുൾ ലെങ്ത് അല്ല ആവശ്യം വരിക, മറിച്ച് ഹാഫ് ലെങ്ത് ഓഫ് ദ ഡൈപോളാണ്.
ആ ഫുൾ ലെങ്ത് 2a എടുത്താൽ ഹാഫ് ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കിട്ടും, a കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ലെങ്ത്തിന് 2a എടുത്തത്. 2a അല്ലെങ്കിൽ 2l എന്നൊക്കെ എടുക്കുക. നിങ്ങൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചില്ലേ? ഓക്കെ, അവിടെ നിങ്ങൾ ഇലക്ട്രിക് ഡൈപോളും മൊമെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കെമിസ്ട്രി അല്ല, അതിൻ്റെ ഫിസിക്സ്. അപ്പോൾ ആരാണ് ഇലക്ട്രിക് ഡൈപോൾ? 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ശരിക്ക് ഈ സ്മോൾ ഡിസ്റ്റൻസ് എന്നുള്ളടത്ത് സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് എന്ന് കൊടുത്താൽ കുറച്ചും കൂടി ശരിയായി. ഈ ഡിസ്റ്റൻസ് വെറും ഡിസ്റ്റൻസ് അല്ല, ഇത് വെക്റ്ററാണ്. ഈ 2a വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. 2a ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് എന്ത് വേണം? ഡിറക്ഷൻ വേണം. 2aൻ്റെ ഡിറക്ഷൻ എവിടെ നിന്ന് എടുക്കാമെന്നറിയോ? 2aൻ്റെ ഡിറക്ഷൻ 2a ഈസ് ഡിറക്റ്റഡ് ഫ്രം -q to +q. -q നിന്ന് +qയിലേക്കാണ് 2aൻ്റെ ഡിറക്ഷൻ. അപ്പോൾ നോക്കൂ, ആരാണ് ഇലക്ട്രിക് ഡൈപോൾ? ഡൈപോൾ എന്നാണ്. ഡൈപോൾ 2. അപ്പോൾ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഇത് q1 ഇത് q2 പറ്റില്ല കേട്ടോ. അല്ല -q1 -q2 പറ്റില്ല, +q2 പറ്റില്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഡൈപോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇതാണ് അറേഞ്ച്മെൻറ്റ്. ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇനി നോക്കുക, അപ്പോൾ ഇത് മൊത്തമാണ് ഇപ്പോൾ നമ്മൾ ഡൈപോൾ ആണോ? അപ്പോൾ ഈ ഡൈപോളിൻ്റെ മൊത്തം നെറ്റ് ചാർജ് എത്രയാണ്? ഇവിടെ -q ഉണ്ട്, ഇവിടെ +q ഉണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് ഓഫ് ദ ഡൈപോൾ എത്ര? ദ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ ഈസ് 0. ഒരു ഡൈപോളിൻ്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. പക്ഷേ എന്താ പ്രത്യേകത? ഈ 2 ചാർജസും അറ്റ് എ പോയിന്റിലാണോ? അല്ല, ഒരു പോയിന്റിലല്ല. ദ 2 ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ സെർട്ടൻ ഡിസ്റ്റൻസ്. 2 ചാർജ് പോസിറ്റീവും നെഗറ്റീവും കൂടി അറ്റ് എ പോയിന്റിലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നെറ്റ് ചാർജ് 0, നെറ്റ് ഇഫക്റ്റും 0. അതിൽ നമ്മൾ അങ്ങോട്ടോട്ട് നള്ളിഫൈ ചെയ്ത്. നേരെ മറിച്ച് 2 സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ഇത് ഇയാളൊരു ഫീൽഡ് ഇവിടെ സറൗണ്ടിങ്ങിലുണ്ട്, ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഡൈപോളിൻ്റെ മൊത്തത്തിൽ എന്തുണ്ട്? ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് 0 ആണ്, പക്ഷേ നെറ്റ് ഫീൽഡ് എന്തല്ല? നെറ്റ് ഫീൽഡ് 0 അല്ല. എ ഡൈപോളിൻ്റെ നെറ്റ് ചാർജ് 0, പക്ഷേ സിൻസ് ദ ചാർജസ് ആർ സെപ്പറേറ്റഡ് ഡൈപോൾ ഹാസ് എ നോൺ സീറോ ഫീൽഡ്. അതിനൊരു ഫീൽഡ് ഉണ്ട്, നോൺ സീറോ ഫീൽഡ് ഉണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഒരു പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ. ഇവിടെ നോക്കൂ, ഒരു Q ചാർജ് ഉണ്ടെങ്കിൽ അയാൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമ്മട്രി എന്ന് പറഞ്ഞത് സ്പെരിക്കൽ സിമ്മട്രിയാണ്. ഒരു പോയിൻ്റ് ചാർജ് ഹാസ് സ്പെരിക്കൽ സിമ്മട്രി എന്ന്. ഫീൽഡ് ഓഫ് എനി പോയിൻ്റ് ചാർജ് ഹാസ് സ്പെരിക്കൽ സിമ്മട്രി. എന്തായിരുന്നു മീനിങ്? ഇവിടുന്ന് ഇങ്ങനെ പോണതനുസരിച്ച് ഇങ്ങോട്ട് പോണതനുസരിച്ചും അതിൻ്റെ ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞത് കണ്ടില്ലേ? ആ കേസ് നോക്കൂ. അതിൻ്റെ വേറൊരു കേസ് അവിടെ ഉള്ളത്. ഇവിടെ സത്യത്തിൽ എന്താ ഉള്ളത്? ഇവിടെ ഒരു -q. അപ്പോൾ അയാളെ ഫീൽഡ് ശരിക്കും എന്താ? അയാളെ ഫീൽഡ് മാത്രം സ്പെരിക്കൽ. ഇനി നോക്കൂ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ആരുള്ളത്? -q ഇവിടെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ആരുള്ളത്? +q ഉള്ളത്. കാരണം നമ്മളിവിടെ ഡിസ്റ്റൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും നമ്മളുടെ ഡിസ്റ്റൻസ് എന്താ? വെരി സ്മോളാണ്. അപ്പോൾ ഇയാളെ ഫീൽഡ് നോക്കൂ നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഷേപ്പ് എന്താ പറയുക കിട്ടുക? നമുക്കൊരു സിലിണ്ട്രിക്കൽ സിമെട്രിയാണ് ഇതിന് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഡൈപോൾ ഫീൽഡ് ഹാസ് സിലിണ്ട്രിക്കൽ സിമെട്രി. ഡൈപോളിന് സിലിണ്ട്രിക്കൽ സിമെട്രിയാണ് ഫീൽഡിനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആരാ ഇലക്ട്രിക് ഡൈപോൾ? എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. ദ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ എന്താ? 0. ടോട്ടൽ ചാർജ് 0. ഡൈപോളിൻ്റെ ഫീൽഡ് ആ 2 ചാർജ് ഒരു പോയിന്റിലാണോ? അല്ല, സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ചാർജ് 0 ആണെങ്കിൽ നെറ്റ് ഇഫക്റ്റ് 0 അല്ല. ഡൈപോൾ ഹാസ് എ ഫീൽഡ്. ആ ഫീൽഡിൻ്റെ സിമെട്രി എന്താണ്? സിലിണ്ട്രിക്കൽ സിമെട്രി. Dipole field has cylindrical symmetry. And today's last point, ഒരു ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൂമെൻറ്റ്. ആരാണ്? ഡൈപോൾ മൂമെൻറ്റ്. ആരാ ഡൈപോൾ മൂമെൻറ്റ്? നോക്കൂ, ഡൈപോൾ -q +q അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. 2aൻ്റെ ഡയറക്ഷൻ എവിടുന്ന് കൊടുക്കാണ്? -q to +q. റെഡി അല്ലേ? ഓക്കെ. ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐദർ ചാർജ്. കാരണം രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാളുടെ മാഗ്നിറ്റ്യൂഡ്, ഐദർ ചാർജ് പറഞ്ഞാൽ ഒരാളുടെ മാഗ്നിറ്റ്യൂഡ്, ആൻഡ് ദ വെക്റ്റർ ഡിസ്റ്റൻസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ദ വെക്റ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ തന്നെ മതി. അപ്പോൾ നോക്കൂ, ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ സിമ്പിൾ P എന്നാണ്, സ്മോൾ p.
vector P is equal to magnitude of one of the charges Q into the vector distance between the two. നോക്കൂ, ഇതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ആരുടെ ഡയറക്ഷൻ ആയിരിക്കും? ആ ഡൈപോൾ ലെങ്ത്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഡൈപോൾ ലെങ്ത്ത് ഇവിടുന്ന് കൊടുക്കുക -q to +q. ഉണ്ടോ? അപ്പോൾ നോക്കൂ, ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ലൈക്ക് ദിസ്, -q to +q. ദിസ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐദർ ചാർജ് ആൻഡ് ദ വെക്റ്റർ ഡിസ്റ്റൻസ്. മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ്. രണ്ടാൾക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ഏതോ ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ ടു ദ വെക്റ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. മനസ്സിലായോ? ഓക്കെ. ഡൈപോൾ മൊമെൻറ്റിന് യൂണിറ്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും അല്ലേ? ഡൈപോൾ മൊമെൻറ്റിന് നിങ്ങൾ ഡിബേ എന്നുള്ള യൂണിറ്റൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും +1. പക്ഷേ അത് SI യൂണിറ്റ് അല്ല. നമ്മൾ SI യൂണിറ്റ് സംസാരിക്കുമ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ്, ചാർജിന് യൂണിറ്റ് എന്താ? കൂളോംബ്. കണ്ടോ? ലെങ്ത്തിന് യൂണിറ്റ് എന്താ? മീറ്റർ. ഓ, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നോക്കൂ, ഒരാൾ പോയിക്കാണ്ട് ഇങ്ങനെ എഴുതിയാൽ എന്താ വായിക്കാറിയോ? സെൻറ്റിമീറ്റർ. ഇതെന്താ വായിക്കുക? സെൻറ്റിമീറ്റർ. ഇനി അത് മാറേണ്ട വെച്ചിട്ട് ആദ്യം നമ്മൾ മീറ്ററിനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എഴുതിയാലോ? അപ്പോൾ അത് മില്ലി കൂളൂമ്പ് എന്നാണ് വായിക്കുക. മില്ലി കൂളൂമ്പ്. അപ്പോൾ എങ്ങനെ തന്നെ എഴുതണം? ക്യാപിറ്റൽ C സ്മോൾ എം. വേണേ ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ചെറിയൊരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. കൂളോംബ് മീറ്റർ. കൂളോംബ് മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ലെക്ചറാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഇതിൻ്റെ പ്രോബ്ലംസുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ലെക്ചർ കേൾക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുമ്പത്തെ നിങ്ങൾ നല്ല റെഡി ആയിരിക്കണം. അത് പഠിച്ചിട്ടാണ് ഇതിലേക്ക് വരേണ്ടത്. ഇനിയൊക്കെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഇനി ഡെറിവേഷൻസാണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ സറൗണ്ടിങ്ങിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്ന ഡെറിവേഷൻസ് ആണ് ഇനി നമുക്ക് അടുത്ത ലെക്ചറിൽ 2 ഡെറിവേഷൻസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? എല്ലാവരും നന്നായിട്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സ് നന്നായി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഒരിക്കൽ മനസ്സിലായി കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതവിടെ കോൺക്രീറ്റ് ആവുക നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ. എന്നിട്ട് എന്താണോ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ അത് ചോദിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അത് ചോദിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.